ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ കസ്റ്റേർഡ് പൗഡർ വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഐസ്ക്രീമാണ്. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടെടുത്താൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കസ്റ്റേർഡ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കസ്റ്റേർഡ് ഒന്ന് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ 2 കപ്പ് പാൽ ഞാൻ സോസ് പാനിലോട്ട് ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കസ്റ്റേർഡ് ഒന്ന് കലക്കിയിട്ട് വെക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/3 കപ്പ് പാല് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയിട്ട് വെക്കുക. അപ്പോൾ പാലെടുക്കുന്ന സമയത്ത് തണുപ്പില്ലാത്ത പാൽ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് നമുക്കവിടെ മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള പാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ പാൽ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഷുഗറും പ്ലസ് 2 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്തിട്ടുള്ള ഷുഗറൊക്കെ നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല മിക്സാക്കിയിട്ട് ഷുഗറൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഷുഗറൊക്കെ നല്ലോണം ഒന്ന് മിക്സായിട്ട് 2-3 മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കസ്റ്റാർഡ് ഒഴിക്കണ മുന്നേ നല്ലോണം മിക്സാക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ലോയിലാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ കൂട്ട് പാലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കസ്റ്റാർഡ് കുറുകിയിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് നമുക്കൊന്ന് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. നല്ലോണം ഒന്ന് തിളച്ച് കസ്റ്റാർഡൊക്കെ ഒന്ന് വെന്ത് ഇതൊന്ന് കുറുകിയിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കസ്റ്റാർഡൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് തന്നെ നല്ലോണം തിളപ്പിച്ചിട്ട് ഇതൊന്ന് കുക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ പാലോട്ട് വെച്ചിട്ടുള്ള കസ്റ്റാർഡൊക്കെ നല്ലോണം പാകത്തിന് വെന്ത് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. ഇനി നമുക്കിതൊന്ന് വേഗം ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. മാറ്റിയതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചൂടോടെ ഇളക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ചൂടാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറി വരുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് വേഗം പൊക്കിയിട്ടെടുക്കുക. ഇപ്പോൾ കസ്റ്റാർഡിൻ്റെ ചൂടൊക്കെ മാറി പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കുക. എന്നിട്ട് വേണം ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കപ്പ് വിപ്പിംഗ് ക്രീം വേണം. അപ്പോൾ ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇതിൽ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ലോ സ്പീഡിലിട്ടിട്ട് വിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് വിപ്പായി വരുന്ന സമയത്ത് നമുക്ക് ഹൈ സ്പീഡിലിട്ടിട്ട് നല്ലോണം സ്റ്റിഫ് പീക്സ് ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ക്രീം നല്ലോണം വിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കമഴ്ത്തുന്ന സമയത്ത് താഴോട്ട് വീഴരുത്. ആ രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള കസ്റ്റാർഡിൻ്റെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കസ്റ്റാർഡ് നല്ലോണം ഒന്ന് ഫോർക്കോണ്ട് മിക്സ് ആക്കിയിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് നല്ലോണം ഒന്ന് വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള കസ്റ്റാർഡ് വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ നല്ല മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലോ സ്പീഡിലിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു ഐസ്ക്രീമിന് നല്ലൊരു യെല്ലോ കളർ കിട്ടും നമ്മൾ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് 2 മണിക്കൂർ ഒന്ന് നല്ലോണം ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. എന്നിട്ട് ഒന്നും കൂടി എടുത്തിട്ട് വിപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടെക്സ്ചറിലൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് 2 മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലോണം കവർ ചെയ്തതിന് ശേഷം 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫ്രിഡ്ജിൻ്റെ തണുപ്പിനനുസരിച്ച് വേണം നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2-3 മണിക്കൂർ നല്ലോണം ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ലോ സ്പീഡിലിട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക.
അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ നമുക്കൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടണ വരെ നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ലോ സ്പീഡിലിട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് മാറ്റി കൊടുക്കുക. ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യേണ്ടത് അതിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാനിത് 2 പാത്രത്തിലായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ ബട്ടർ പേപ്പറോ വെച്ചിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഒരു ഓവർനൈറ്റ് ഞാൻ വെക്കുകയാണ്. നല്ലോണം ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കി നമുക്ക് വേറെ പാത്രത്തിലും കൂടി വെച്ചിട്ട് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ക്രീമിൻ്റെ മുകളിലോട്ട് ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഐസിൻ്റെ ക്രിസ്റ്റൽസൊക്കെ ഐസ്ക്രീമിൻ്റെ മുകളിൽ വീഴാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നല്ലോണം ഒന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ സ്കൂപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടെടുത്താൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് വെച്ചിട്ട് ഇത് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.